ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഒരു ചിക്കൻ പപ്സ് ഉണ്ടാക്കിയാലോ? ഇതിപ്പോൾ ഇങ്ങനെയൊന്നും അല്ലടാന്ന് വിചാരിക്കേണ്ട. കാരണം ഇത് കുറച്ച് വെള്ളം കൂടിപ്പോയതാണ്. നമുക്ക് വറ്റിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ റെസിപ്പി പറയാം. ഇതെന്ന് പറയുന്നത് ഞാൻ പൊട്ടറ്റോയും പീസും കൂടെ വേവിച്ചതും പിന്നെ ചിക്കൻ വേവിച്ചത് ചിക്കിയിട്ടതാണ്. അതും കൂടെ ഒന്ന് എണ്ണയിലിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. ഒന്ന് മിക്സായി ക്രീമി രൂപത്തിലാക്കുക. എന്നിട്ട് അതിൽ മഞ്ഞളും പിന്നെ ഇത്തിരി ചിക്കൻ പൗഡറും കൂടെ ഇട്ടിട്ട് ഉപ്പും ഇടുക. അത്രയേ ഉള്ളൂ. ഈ ഒരു മിക്സ് അത്രയേ ഉള്ളൂ. ആ ഒരു മിക്സാണിത്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ വേവിച്ച് ഒന്ന് കുറുക്കി എടുത്തൊന്ന് വേവിച്ച് ഇത് നമ്മുടെ ഈ പപ്സിലും പിന്നെ സമൂസയിലൊക്കെ കിട്ടുന്ന ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതാക്കി എടുക്കുക. കുറച്ച് സമയം എടുക്കും ഇത്. അപ്പോൾ അതുപോലെ ആക്കി ഒന്ന് എടുക്കുക. ഇത് പപ്സ് എന്ന് പറയാൻ ഒരു തട്ടിക്കൂട്ട് പപ്സാണ്. അതുകൊണ്ട് ഈ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പപ്സാണ്. ഇങ്ങനെ ഒരു പ്ലസ് പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ സാധനം വെച്ച് കൊടുക്കുക. ഈ ഒരു ടെക്സ്ചർ ഇപ്പോൾ കണ്ട ക്രീമി രൂപത്തിലായില്ലേ. ഇപ്പോൾ നന്നായിട്ട് അതിനെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ഇത് മടക്കി എടുത്താൽ മതി. ഒന്ന് മൈദാമാവ് കൊണ്ടിട്ട് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് പപ്സൊക്കെ തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ പപ്സിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും, ഒരു ക്രഞ്ചിനെസ്സും കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അവിടെ സമൂസയും സമൂസയും സെയിം റെസിപ്പി വെച്ചിട്ടാണ് സമൂസയും ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.